തമിഴ്നാട് വിഴുപ്പുറത്ത് പാസഞ്ചർ ട്രെയിനിന്റെ 5 ബോഗികൾ പാളം തെറ്റി. ട്രെയിൻ അടിയന്തരമായി നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മുഹമ്മദ് റഹീസ് സൂര്യനുമായി ചേരുന്നു. റഹീസ്, അപകടമുണ്ടായത് എങ്ങനെയാണ്? ആളപായമില്ല എന്നുറപ്പിക്കാമോ? ആശ്മി, പുതുച്ചേരിയിലേക്ക് പോവുകയായിരുന്നു, വിഴുപ്പുറത്ത് നിന്ന് പുതുച്ചേരിയിലേക്ക് പോവുകയായിരുന്ന മെമു ട്രെയിനിൻ്റെയാണ് 5 കോച്ചുകൾ പാളം തെറ്റിയിരിക്കുന്നത്. നിലവിൽ ആളപായമില്ല എന്നുള്ള കൃത്യമായ വിവരം റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് വിഴുപ്പുറത്തു നിന്നും ഈ ട്രെയിൻ മുന്നോട്ട് എടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പാളം തെറ്റിയത്. ഈ 5 ബോഗികൾ പാളം തെറ്റിയത്. അതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ വേഗം കുറവായിരുന്നു. ആ വേഗത കുറവായതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിവായി. പക്ഷേ ഈ ധാരാളം യാത്രക്കാർ ഈ ട്രെയിനിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പൊങ്കൽ ദിവസം രാവിലെയാണ്. നിരവധി യാത്രക്കാർ അങ്ങോട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്ന പാസഞ്ചർ ട്രെയിനിൻ്റെ ബോഗിയാണ് പാളം തെറ്റിയിരിക്കുന്നത്. 5 ബോഗികൾ പാളം തെറ്റി. എന്തായാലും ഈ വേഗം കുറവായതിനാലും ഒപ്പം തന്നെ എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ പെട്ടെന്ന് നിർത്തിയതിനാലും വലിയ അപകടം ഒഴിവായി. വലിയൊരു ശബ്ദത്തോടു കൂടിയായിരുന്നു ആളുകൾ ഇത് തിരിച്ചറിഞ്ഞത്, എന്തോ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരുവിധപ്പെട്ട എല്ലാവരെയും ആ ട്രെയിനിൽ നിന്നും ഇറക്കി മാറ്റാനായിട്ടുണ്ട്. ശേഷം ഇവിടെ ആ ഒരു പാളത്തിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഇവിടെ ഉള്ള ഈ റെയിൽ ഗതാഗതം അത് കാര്യമായി തന്നെ കൃത്യമായ രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് റെയിൽവേയിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടമായിരുന്നു ഉണ്ടാകാനിരുന്നത്. കൃത്യമായി ആ ഒരു ലോക്കോ പൈലറ്റിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായിട്ടുണ്ട്. ഹാഷ്മി, നിലവിൽ ആളപായമില്ല എന്ന് ഉറപ്പിക്കാനും കഴിയും. മുഹമ്മദ് റഹീസാണ്. ട്രെയിനിന്റെ അത് പാസഞ്ചർ ട്രെയിനാണ്. ബോഗികൾ പാളം തെറ്റി. പ്രശ്നം വളരെ പെട്ടെന്ന് നിർത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒഴിവായത് ഒരു വലിയ അപകടമാണ്.